നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും അനർഹമായത് വാരിക്കോരി കൊടുത്തു എന്ന തരത്തിലുള്ള പ്രചാരണം തിരിച്ചടിയായേക്കുമെന്ന് പ്രതിപക്ഷ എംപിമാർക്ക് മുന്നറിയിപ്പ് നൽകി രാഹുലും കോൺഗ്രസും. രണ്ട് സംസ്ഥാനങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി തങ്ങൾ വാദിക്കരുതെന്നും അവർക്ക് കിട്ടിയതിനെ നമ്മൾ എതിർക്കുന്നവരായി കാണരുതെന്നും നഷ്ടപ്പെട്ടവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് ലഭിക്കാത്ത പല സംസ്ഥാനങ്ങളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഉടൻ വരാനിരിക്കെ സഹായത്തോടുള്ള അമിതമായ എതിർപ്പ് പാർട്ടിയെ മൂലക്കിരുത്താൻ BJPയും JDUവും ഉപയോഗിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കെതിരെ രംഗത്തെത്തുന്നത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് രാഹുൽ ഗാന്ധി MPമാരോട് പറഞ്ഞു. ലോക്സഭയിൽ നടക്കുന്ന ബജറ്റ് ചർച്ചയിൽ ബീഹാറിനെയും ആന്ധ്രയും വിമർശിക്കരുതെന്നും MPമാർക്ക് നിർദ്ദേശം ലഭിച്ചു. കോൺഗ്രസിന് ബീഹാറിനോടും ആന്ധ്രയോടും എന്തിനാണ് ഇത്ര വിരോധമെന്ന് കഴിഞ്ഞ ദിവസം BJP ചോദിച്ചിരുന്നു. ഇതോടെയാണ് കോൺഗ്രസ് പ്രതിരോധത്തിലായത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ തനി പകർപ്പാണെന്ന് കോൺഗ്രസ് MPമാർ സഭയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. പാവപ്പെട്ടവർക്കും ഗിരിവർഗക്കാർക്കും വനിതകൾക്കും നികുതിദായകർക്കും എതിരാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങളെന്നും കോൺഗ്രസ് MPമാർ കുറ്റപ്പെടുത്തി. ബജറ്റിനെ പറ്റി കോൺഗ്രസ് MPമാർ സ്വീകരിച്ച വ്യത്യസ്ത നിലപാട് ഭരണപക്ഷത്തിന്റെ പരിഹാസത്തിന് വഴിവെച്ചു. ഇരു സഭകളിലും ചോദ്യോത്തരവേള തടസ്സമില്ലാതെ നടന്നു. UPSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവർ നടത്തിയ റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ഒന്നും തന്നെ ചോർന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ മറുപടി നൽകി. ജയിൽ വകുപ്പിനുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചെന്നായിരുന്നു ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിന്റെ പരാതി. അതെങ്കിലും വർദ്ധിപ്പിക്കൂ, സിംഗ് രാജ്യസഭയിൽ പറഞ്ഞു. ആപ് നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസം അനന്തമായി തുടരുന്നതിനിടെയായിരുന്നു സഞ്ജയ് സിംഗിന്റെ ഈ ആവശ്യം. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് രാജ്യത്തിന് വേണ്ടിയാണെന്നും പ്രതിപക്ഷം രാഷ്ട്രീയ കണ്ണോടെയല്ല ജനങ്ങളുടെ വീക്ഷണത്തിൽ ബജറ്റിനെ നോക്കിക്കാണുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.